ഹായ് കൂട്ടുകാരെ, അസ്സാം വലൈക്കും. എൻ്റെ ഡെയിലി വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങൾക്കൊക്കെ എന്നാ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞങ്ങൾക്കിവിടെ സുഖമാണ്. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം മുതൽ നല്ല വെയിലുണ്ട്. നിങ്ങളുടെ ഇവിടെയൊക്കെ വെയിലാണോ മഴയാണോന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇന്ന് രാവിലെ നിങ്ങൾ എന്താ ഫുഡ് ഉണ്ടാക്കിയെന്നും എന്താ കഴിച്ചതെന്നും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇന്നലെ ഞാൻ ഇട്ട വ്ളോഗ് നിങ്ങളാരും കണ്ടില്ലേ? കുറച്ച് പേരെ കണ്ടിട്ടുള്ളെന്ന് തോന്നുന്നു. സാധാരണ എൻ്റെ ബ്ലോഗ് കാണുന്ന ആരും കണ്ടിട്ടില്ല കേട്ടോ. എന്ത് പറ്റി എല്ലാവർക്കും? ബോറടിച്ച് തുടങ്ങിയോ? എനിക്ക് അത്യാവശ്യം ജോലി ചെയ്ത് തന്നുകൊണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു. ആളിപ്പോൾ ഇല്ലായേ. പുതിയൊരാളെ വേണമായിരുന്നു. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ജോലിക്ക് പോകുന്നവരുണ്ടെങ്കിൽ, ഈരാറ്റുപേട്ട ഭാഗത്ത് ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാ ദിവസവും ഒന്നും വരണ്ട, ആഴ്ചയ്ക്ക് 2 ദിവസമാണെങ്കിലും വന്നാൽ മതി. ഒന്ന് മിറ്റമടിച്ച് വീട് തൂത്തുവാരി തുടച്ച് ബാത്റൂമൊക്കെ കഴുകി, അങ്ങനെ കുറച്ച് ജോലികളേ ഉള്ളേ. 2 മണിക്കൂർ ജോലിക്ക് വന്നാലും മതി. നിങ്ങളുടെ ഇഷ്ടം പോലെ. അങ്ങനെ ആരെങ്കിലുമൊക്കെ എൻ്റെ ഈ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആളെ അത്യാവശ്യമായിരുന്നു. സ്കൂളിൽ കൊടുത്തുവിടാൻ വേണ്ടിയാണ് ചിക്കൻ വറുക്കുന്നത്. പിന്നെയും ചിക്കൻ കറി വെച്ചായിരുന്നേ. എന്നും നിങ്ങൾ ഈ ചിക്കൻ കറിയൊക്കെ വെക്കുന്നതും ഒക്കെ കാണിച്ച് ബോറടിപ്പിക്കണ്ടല്ലോ, അതുകൊണ്ട് അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ലായേ. പിന്നെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ പേർഷ്യൻ ക്യാറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ചക്കിക്ക് ആരെങ്കിലും ഒരു കുഞ്ഞിനെ കൊടുക്കുമോ? ഞങ്ങളുടെ ചക്കി പേർഷ്യൻ ക്യാറ്റിനെ വേണമെന്നും പറഞ്ഞ് ഭയങ്കര വഴക്കാണ്. ചക്കിക്കിപ്പോൾ ഒരു പ്രത്യേക ഒരു ഇഷ്ടം, എനിക്ക് പൂച്ചേനെ വളർത്തണം, പൂച്ചേനെ വാങ്ങിത്തരണമെന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ ചക്കിയോട് പറഞ്ഞ്, നിനക്കുള്ള ഫുഡ് ഇവിടെ പറ്റുന്നില്ല, പിന്നെയാണോ നിൻ്റെ പൂച്ചയ്ക്കും കൂടെ ഉള്ളതെന്ന്. പക്ഷേ ചക്കി സമ്മതിക്കുന്നില്ല. ഇന്ന് ചക്കി എന്തിതാ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ലായേ. ലാസ്റ്റ് പിന്നെ ഉറങ്ങിക്കിടന്ന ചക്കീനെ കിച്ചുമോൻ എടുത്തോണ്ട് പോയി കസാരയെ കൊണ്ട് ഇരുത്തി. അന്നേരം ചക്കി എഴുന്നേറ്റ്. പിന്നെ കുളിപ്പിച്ചൊരുക്കി എല്ലാം റെഡിയാക്കി എടുത്ത്. കഴിഞ്ഞ ദിവസം കാണാതെ പോയ റെഡ് വാട്ടർ ബോട്ടിൽ അവൻ്റെ കിട്ടിയേ. കഴിഞ്ഞ ദിവസത്തെ ഞങ്ങളുടെ വീഡിയോസിൽ പറഞ്ഞില്ലേ വാട്ടർ ബോട്ടിൽ പോയെന്ന്. ആ വീഡിയോസ് കണ്ടിട്ടൊരു കുട്ടി പറഞ്ഞ് ഞങ്ങളുടെ 2 C കിടപ്പുണ്ട്, 2 Bന്ന് എറിഞ്ഞതാ വേറൊരു കുട്ടി, അത് 2 C വന്ന് വീണിട്ടുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു ഒന്ന് എടുത്ത് കൊടുക്കണേന്ന് പറഞ്ഞ്. അങ്ങനെ ചക്കിക്ക് കിട്ടി. ഫൈഹാന്നങ്ങാണ്ട പറഞ്ഞ ഒരു കുട്ടിയാ എറിഞ്ഞെന്ന് ചക്കിയനോട് പറഞ്ഞ്. എന്തായാലും ചക്കിയുടെ വാട്ടർ ബോട്ടിൽ കിട്ടി. ഇന്ന് ചക്കി കൊണ്ടുപോകുന്നുണ്ട്, ഇന്ന് തിരിച്ചു കൊണ്ടുവരുമോ എന്തോ. പിന്നെ ചക്കിക്ക് ഫുഡൊക്കെ വാരിക്കൊടുത്ത് ഞങ്ങളുടെ ചക്കി സുന്ദരനാണെങ്കിലും ഒന്നും കൂടെ സുന്ദരനാക്കി എടുത്ത്. ഒരു 4-5 മെസ്സേജ് കിടക്കുന്ന കണ്ട് എൻ്റെ കുപ്പിവള കളക്ഷനും കമ്മലും ഒക്കെ ഒന്ന് കാണിക്കാവോ എന്നും ചോദിച്ചുകൊണ്ട്. എല്ലാവർക്കും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിലല്ലേ നമുക്കത് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ കാണിക്കാവേ. ഒരുപാടൊന്നുമില്ല, എന്നാലും കുറച്ചുണ്ട്. ചക്കി റെഡിയായി ഇത് നിൽക്കുവാണ്. ഇപ്പം 8:45 സമയം. അപ്പോഴേക്കും ഇത് കിച്ചുമോൻ റെഡിയായി പോവുകയാണ്. ഇന്ന് നല്ല വെയിലുണ്ട്. എനിക്ക് കുറേ തുണിയുണ്ട് ഉണക്കിയെടുക്കാൻ. ഇന്നലെ 2-3 തവണ കൊണ്ടേ ഇട്ടേ. അപ്പം വെയിൽ പോവുകയും വരികയും ചെയ്ത് പിന്നെ ചെറുതായിട്ടൊക്കെ മഴ പെയ്തുകൊണ്ട് ഞാനൊന്നും ഇട്ടില്ല, എല്ലാം പിറകിക്കൊണ്ട് അകത്തിട്ട്. ഇന്നിപ്പോൾ എൻ്റെ തുണിയെല്ലാം ഉണക്കിയെടുക്കണം. ചക്കിനെ കൊണ്ട് വിട്ടിട്ട് വന്നിട്ട് വേണം. നിങ്ങൾ എൻ്റെ വീഡിയോസ് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തിട്ട് കാണണേ. പറ്റുന്നവരൊക്കെ ലൈക്കും കമൻറ്റും ചെയ്യണേ. അതുപോലെ ഇൻസ്റ്റയിൽ കാണുന്നതാണെങ്കിലും ലൈക്കും കമൻറ്റും ഫോളോ ഒക്കെ ചെയ്യണേ. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു ബ്ലോഗുമായി വരുന്നിടം വരെ എല്ലാവർക്കും ബായ്. പിന്നെ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. അപ്പോഴേക്കും ചക്കിയുടെ ബസ് വന്നു, ചക്കി കയറിപ്പോയി.